أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. നമ്മുടെ അഖായിദ് ജലാലിയാണ് ക്ലാസ്. റബീഉൽ അവ്വൽ ചെറിയൊരു ലീവൊക്കെ വന്നെങ്കിലും എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാ ക്ലാസ്സുകളും വിട്ടുപോകാതെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ വിഷയം അൽ ഫിർഖത്തുൻ നാജിയത്തു വഹുമുൽ അശാഇറത്തു. ഫിർഖത്തുൻ നാജിയ എന്നുള്ളതാകുന്നത് വഹുമുൽ അശാഇറത്തു, അത് അശാഇറത്ത് ആകുന്നു. അശാഇറത്തിൻ്റെ മാന അവിടെ വെച്ചത് അത്താബിഊന ഫിൽ ഉസൂൽ, വിശ്വാസപരമായ കാര്യത്തിൽ മുവാഫിഖായവരാണ്. വിശ്വാസപരമായ കാര്യങ്ങളിൽ അത്താബിഊന എന്ന് പറഞ്ഞാൽ അൽ മുവാഫിഖൂന. ആരോട്? വിശ്വാസപരമായ കാര്യങ്ങളിൽ, ഇസ്ലാമിലുള്ള വിശ്വാസപരമായ കാര്യങ്ങളിൽ മുവാഫഖത്തുള്ളവരാണ്, യോജിച്ചവരാണ് അശാഇറത്തിൽ എന്ന് പറയുക. അപ്പോൾ അശാഇറത്തിൻ്റെ മാന തന്നെ ഇങ്ങനെ എടുത്തു. അൽ മുവാഫിഖൂന ശൈഖി അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു. ശൈഖ് അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു തങ്ങളോട് യോജിക്കുന്നവരാണ് ശരീഅത്തിന്റെ ഉസൂലിൽ. അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു തങ്ങളുടെ താരീഖെല്ലാം നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ വിശദീകരിച്ച് പിന്നീട് പറയും. മനസ്സിലായില്ല? അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു ധാരാളം കിതാബുകൾ എഴുതിയിട്ടുണ്ട്. അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു ധാരാളം കിതാബുകൾ. വഖദ് സന്നഫ അബുൽ ഹസൻ അശ്അരി കുതുബൻ കസീറത്തൻ ഫി തസ്ഹീഹി മദ്ഹബിൽ. ആദ്യകാലഘട്ടത്തിൽ ഈ തസ്ഹീഹി മദ്ഹബിൽ മുഅ്തസിലത്ത്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സുബ്ഹാന അല്ലാഹു സുബ്ഹാനഹു വ തആല ലമ്മാ തഫദ്ദല അലൈഹി ബിൽ ഹുദാ, അല്ലാഹു അദ്ദേഹത്തിന് അനുഗ്രഹം ചെയ്തപ്പോൾ സന്നഫ കുതുബൻ കിതാബൻ നാഖിദൻ ലിമാ സന്നഫഹു അവ്വല. മുഅ്തസിലത്തിന്റെ മദ്ഹബിനെ തസ്ഹീഹാക്കിക്കൊണ്ട് നേരത്തെ എഴുതിയിരിക്കുന്ന മുഴുവൻ കിതാബുകളെയും തങ്ങൾ നഖൽ ചെയ്തുകൊണ്ട് പിന്നെ രണ്ടാമത് എഴുതാൻ അല്ലാഹു അനുഗ്രഹം ചെയ്തു. ഒരു കാര്യം. രണ്ടാമത്തെ വിഷയം അന്ന അസ്ഹാബനാ മിൻ അഹ്ലി സുന്നത്തി വൽ ജമാഅത്തി. അഹ്ലി സുന്നത്തി വൽ ജമാഅത്ത് മഹാന്മാരായ നമ്മുടെ പണ്ഡിതന്മാർ, അതിൽ ഇമാമുകൾ ഖത്തഅഹു ഫി ബാബിൽ മസാഇൽ, ചില മസലകളിൽ തർജീഹ് കുറഞ്ഞതാണ്. അബ്ദുൽ ഹസൻ റളിയല്ലാഹു ചില മസലകളിൽ ആ കാര്യങ്ങൾ വിവരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാതുരി ഇമാമും അശ്അരി ഇമാമും രണ്ടുപേരും മാതുരീദിയ്യത്ത് എന്ന് പറഞ്ഞത് ഇവിടെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും പറഞ്ഞാൽ അൽ മുവാഫിഖൂന എന്നും കൂടെ ശറഹിൽ അൽ താബിഊനക്ക് അൽ മുവാഫിഖൂന എന്ന് വെച്ച് കൊടുക്കും. അപ്പോൾ ശരിയായി. വഹുമുൽ അശാഇറത്തു, പിന്നെ വൽ മാതുരീദിയ്യത്തു, മാതുരീദി അബൂ മൻസൂറുൽ മാതുരീദി, അതിനാണ് അൽ മാതുരീദിയ്യത്തു. ഇനി തഫ്സീലായിട്ട് രണ്ടുപേരും ചരിത്രങ്ങളും മറ്റൊക്കെ പിന്നീട് വിശദീകരിക്കും. വഹുവ അബുൽ ഹസൻ അശ്അരി എന്നുള്ളത് മൻസൂബുൻ ഇലൽ അശ്അരി, അലിഫ്ലാമോടുള്ള അൽ അശ്അർ എന്നതിലേക്ക് നിസ്ബയാണ്. അൽ അശ്അർ എന്നത് അബീ കബീലത്തി മിനൽ യമനി, യമനിലുള്ള ഒരു കബീലയുടെ നേതാവിൻ്റെ പേരാണ് എന്ത്? അൽ അശ്അർ. അതിലേക്ക് നിസ്ബ ചെയ്തിട്ട് എന്ത് പറയണം? അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു. അപ്പോൾ അബുൽ ഹസൻ അശ്അരി എന്ന് പറഞ്ഞത് എങ്ങോട്ട് നിസ്ബ? ഇലാ ജദ്ദിഹിൽ അഅല അൽ മുസമ്മ ബിൽ അശ്അരി, ഇലാ ജദ്ദിഹിൽ അഅല ബിൽ അൽ മുസമ്മ ബിൽ അശ്അർ. അശ്അർ എന്ന് പേരുള്ള തങ്ങളുടെ ജദ്ദുൽ അലയിലേക്ക് നിസ്ബയാണ്.
ഈ അഷ്അർ എന്ന് പേരുള്ള ജദ്ദുല്ലാലെ അഷ്അർ എന്നുള്ളത് അബൂ കബീലത്ത് മിനൽ യമനാണ്. അബൂ കബീലത്ത് മിനൽ യമൻ, യമനിലുള്ള ഒരു കബീലയുടെ നേതാവിൻ്റെ പേരാണ് അൽ അഷ്അർ. ഒരഭിപ്രായം. വക്കീല രണ്ടാമത്തെ അഭിപ്രായം അബുൽ ഹസൻ അൽ അഷ്അരിയു എന്ന് പറഞ്ഞാൽ അഷ്അരി എന്ന് പറഞ്ഞത് കബീലയുടെ നേതാവായ അഷ്അർ എന്നതിലേക്കല്ല, മറിച്ചില ജദ്ദിഹി അബി മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു, സഹാബിയായിരിക്കുന്ന സഹാബികളിൽപ്പെട്ട ഒരു സഹാബിയായ അബൂ മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു തങ്ങളിലേക്ക് നിസ്ബയാണ്. അബി മൂസൽ അഷ്അരി അലൈഹി ഇസ്ലാം, അബി മൂസൽ അഷ്അരി എന്ന ജദ്ദിലേക്കുള്ള നിസ്ബയാണ്. ഇത് ജദ്ദിഹിൽ കരീം, അബുൽ ഹസൻ അഷ്അരിയുടെ കരീബായ ജദ്ദാണ്, വല്ലിപ്പയാണ് അബൂ മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു. ഇതിലേക്കുള്ള നിസ്ബയാണെന്നും അഭിപ്രായമുണ്ട്. ഫൈൻ കുൽത്ത, ഒരു ചോദ്യം ചോദിക്കപ്പെട്ടാൽ ജവാബ് ശേഷം വരും. എന്താ ചോദ്യം? കൈഫ ഹക്കമ, എങ്ങനെയാണ് മുസന്നിഫ് ഹുക്മ ചെയ്യുക? എന്തെന്ന് ഹുക്മ ചെയ്യുക? ബിഅന്നൽ ഫിർഖത്തന്ന, കൈഫ ഹക്കമ, എങ്ങനെയാണ് തങ്ങൾ വിധിക്കുക? ബിഅന്നൽ ഫിറഖൻ നാജിയത്ത, നാജിയായ ഫിർഖ എന്നുള്ളത് ഹുമുൽ അശാഇറത്തു, അശാഇറ എന്നു. നാജിയായ ഫിർഖയാകുന്നത് ഫിർഖ. കൈഫ ഹക്കമ ബിഅന്നൽ ഫിർഖത്തൻ നാജിയത്ത, കൈഫ ഹക്കമ, എങ്ങനെയാണ് വിധിക്കാൻ പറ്റുക? ബിഅന്നൽ ഫിർഖത്തൻ നാജിയത്ത, നാജിയായ ഫിർഖ എന്നുള്ളത് ഹുമുൽ അശാഇറത്തു, അശ്അരികളാണ്. നാജിയായ നാളെ ആഖിറത്തിൽ രക്ഷപ്പെടുന്ന ഫിർഖ അവരാണ്, ഗ്രൂപ്പ് അവരാണ്, സംഘം അതാണെന്ന് എങ്ങനെയാണ് മുസന്നിഫ് വിധിക്കുക? ഏത് നിലക്ക്? വകുല്ലു ഫിർഖത്തിൻ തസ്അമു അന്നഹാ നാജിയ, ഏത് നിലക്ക്? വകുല്ലു ഫിർഖത്തിൻ, എല്ലാ ഓരോ കൂട്ടരുമാകുന്നവരെ, തസ്അമു അവർ വാദിക്കുന്നു, അന്നഹാ നാജിയ തങ്ങളാണ് നാജിയായ കൂട്ടം, അന്നഹാ നാജിയ തങ്ങളാണ് നാജിയായ കൂട്ടമെന്ന് ഓരോ ഫിർഖുകളും വാദിക്കുന്നുമുണ്ട്. അശാഇറാണ് ഫിർഖത്തിൻ നാജി എന്ന് മുസന്നിഫ് എങ്ങനെ വിധിക്കുക? അപ്പോൾ ചോദ്യം എന്താണ്? എല്ലാ ഗ്രൂപ്പുകാരും എല്ലാ സംഘക്കാരും ഞങ്ങളാണ് നാജിയത്തെ ഫിർഖ എന്ന് പറയുന്നു. പക്ഷേ മുസന്നിഫ് പറഞ്ഞത് അശായിറത്ത് മാത്രമാണ് നാജിയായ ഫിർഖ എന്ന് മുസന്നിഫ് എങ്ങനെ വിധിക്കാൻ പറ്റും? ഇങ്ങനെ ചോദ്യം ചോദിക്കപ്പെട്ടാൽ കുൽത്തു, നമ്മൾ പറയുന്നു, സിയാഖുൽ ഹദീസി മുസ്ഇറുൻ ബിഅന്നഹുൽ മുഅത്തഖിദൂന ലിമാ റുവിയാനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബിഹി, ശരിയായ ഒരു വിശദീകരണമാണ്, ശരിയായ ഒരു ഹക്കാണ് തങ്ങൾ എഴുതുന്നത്. ഹദീസിനെ, അല്ലാഹു തആലയുടെ ഹദീസിനെ കൊണ്ടുവന്നതിൻ്റെ ലക്ഷ്യം നോക്കണം. ആ ഹദീസിൻ്റെ ലക്ഷ്യം, സിയാക്ക് പറഞ്ഞാൽ ഏത് ലക്ഷ്യത്തിനെ അദാ ചെയ്യാൻ വേണ്ടി ഹദീസിനെ കൊണ്ടുവരപ്പെട്ടോ, അള്ളാഹിൻ്റെ റസൂൽ ഏതൊരു ആശയത്തിനെ, ഏതൊരു വിശ്വാസത്തിനെ അദാ ചെയ്യാൻ വേണ്ടി പറഞ്ഞോ, ആ ലക്ഷ്യം, ആ സിയാക്ക് മുഷ്ഇറുൻ അറിയിക്കുന്നുണ്ട്. എന്തറിയിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ, ഫിർഖത്തിൻ നാജിയ എന്ന് പറഞ്ഞാൽ എന്താണ് നിർവചനം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ടും അല്ലാഹുവിൻ്റെ റസൂലായ തങ്ങളെ തൊട്ട് റിവായത്ത് ചെയ്യപ്പെട്ടു വന്നിരിക്കുന്ന വിശ്വാസപരമായ കാര്യങ്ങളും, അതുപോലെ നബി തങ്ങളുടെ വക്കൽ നിന്നുമുള്ള സ്വഹാബത്തിൻ്റെ വിശ്വാസപരമായ കാര്യങ്ങളും, രണ്ടുപേരിൽ നിന്നും വിശ്വാസപരമായ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് സഹിഹായ ഹദീസ് കൊണ്ട്. അപ്പോൾ സഹിഹായ ഹദീസുകൾ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ടും സ്വഹാബാക്കളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട വിശ്വാസപരമായ കാര്യത്തിൽ, ആ കാര്യത്തിനെ വിശ്വസിച്ചവർക്ക് മാത്രമാണ് ഫിർഖത്തുൻ നാജിയ എന്ന് പറയുക. അപ്പം നബിതങ്ങളിൽ നിന്നും അതുപോലെ തന്നെ സഹാബാക്കളിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ട വിശ്വാസപരമായ കാര്യങ്ങളെ വിശ്വസിച്ചവർക്കാണ് ഫിർഖത്തുൻ നാജിയ എന്ന് പറയുകയുള്ളൂ. അതാണ് നമ്മുടെ പോയിന്റ്. അതാണ് കൊൽത്തു ദവാനി മാമറിയും ഞാൻ പറഞ്ഞു കൊള്ളട്ടെ, ഇങ്ങനൊരു ചോദ്യം, എല്ലാവരും ഫിർഖത്തുൻ നാജിയ എന്ന് പറയണമെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും എല്ലാവരും പറഞ്ഞാൽ ശരിയാവൂല. കാരണം എന്താണ്? കാരണം എന്താണ്? സിയാഖുൽ ഹദീസി, ഹദീസിൻ്റെ സിയാക്കാകുന്നത്, ഹദീസിനെ കൊണ്ടുവന്ന ലക്ഷ്യമാകുന്നത് അറിയിക്കുന്നതാണ്. ബി അന്നഹും, തീർച്ചയായും ഫിർഖത്തുൻ നാജിയ എന്ന് പറഞ്ഞാൽ അൽ മുഅത്തഖിദൂന വിശ്വസിച്ചവരാകുന്നു. ലിമാ അക്കായിദുകളെ, എങ്ങനത്തെ അക്കായിദുകൾ വിശ്വസിച്ചവർ, കാര്യങ്ങൾ വിശ്വസിച്ചവർ,
റുവിയ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ സ്വഹാബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത് വന്നിരിക്കുന്ന, അതുപോലെ സഹാബാക്കളെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത് വന്നിരിക്കുന്ന കാര്യങ്ങൾ വിശ്വസിച്ചവർക്ക് മാത്രമാണ് വിർക്കത്തിന്ന ജിയ. വദാലിക്ക, ഇങ്ങനെ അതാണല്ലോ വദാലിക്ക, അതായത് മാ അനാ അലൈഹി വാ സുഹാബി, മാ ഒരു വിശ്വാസങ്ങളാണ്. എങ്ങനത്തെ വിശ്വാസം? അന അലൈഹി, ഞാനാകുന്നവൻ ഏത് വിശ്വാസത്തിലാണോ ഉള്ളതും, വാ സുഹാബി, എൻ്റെ സ്വഹാബാക്കളും ഞാനും ഏതൊരു വിശ്വാസപ്രകാരം മാത്രമാണുള്ളത്, ആ വിശ്വാസം അതാണ് വദാലിക്ക. ദാലിക്ക പറഞ്ഞ മിസ്താഖുൽ ഹദീസ്, ആ ഹദീസിൻ്റെ മിസ്താഖ് ഇന്നമാ യൻതബിഖു അലൽ അശാഇറത്തി, ആ ഹദീസിൻ്റെ ആശയം അത് മുൻതബിക്കാവുന്നത്, സാധിക്കാവുന്നതെല്ലാം, അത് സാധിക്കാവുന്നതും യോജിക്കുന്നതുമെല്ലാം അലൽ അശാഇറത്തി, അശായിറത്തിന് മാത്രമേ യോജിക്കുകയുള്ളൂ. കാരണം ഫൈന്നഹും അശായിറത്ത് യതമസ്സകൂന ഫി അഖായിദിഹിം, അവരുടെ വിശ്വാസപരമായ കാര്യത്തിൽ അവർ മുറുകെ പിടിക്കുന്നു, വിശ്വാസപരമായ കാര്യത്തിൽ അവർ മുറുകെ പിടിക്കുന്നു. ബിൽ അഹാദീസ് സഹീഹത്തിൽ മർവിയത്തി അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം വ അൻ അസ്ഹാബിഹി റളിയല്ലാഹു അൻഹും, തൻ്റെ വിശ്വാസപരമായ കാര്യത്തിൽ അവർ എടുക്കുന്നതും അവർ പിടിക്കുന്നതും, അവർ തൻ്റെ വിശ്വാസത്തിൽ അവർ പൂർണ്ണമായിട്ട് പിടിക്കുന്നത് ബിൽ അഹാദീസ് സഹീഹത്തി, സഹിയായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടത് മാത്രമാണ് അശാഇറത്ത് പിടിക്കുന്നുള്ളൂ. എങ്ങനത്തെ സഹിയായ ഹദീസൽ മർവിയത്തിൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബി റളിയല്ലാഹു അൻഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് റിവായത്ത് ചെയ്യപ്പെടുകയും സഹാബാക്കളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ആ സഹിയായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടത് മാത്രമാണ് തൻ്റെ വിശ്വാസത്തിലേക്ക് എടുക്കുന്നുള്ളൂ അശാഇറത്ത്. വലാ യതജാവസൂന അൻ ദവാഹിരിഹാ, ഏത് ആയത്തുകളാകട്ടെ ഹദീസുകളാകട്ടെ, ദവാഹിരിഹാ മർജി അഹാദീസു സഹിഹ, സഹിയായ ഹദീസുകളും ആയത്തിൻ്റെയും ദാഹിരിയായ മാനയിൽ നിന്ന് ഒരിക്കലും ഒരു വിട്ടുകൊടുക്കുകയേ ഇല്ല. ഏത് ഹദീസാണെങ്കിലും ശരി, സഹിയായ ഹദീസുകൾ, ആശയത്തിന് മേൽ അറിയിക്കുന്ന സഹിയായ ഹദീസുകളും ആയത്തുകളെല്ലാം അതിൻ്റെ ലാഹിരിയായ മാനയുടെ മേലെ തന്നെ ഹംലിയുള്ളൂ. ലാഹിരിയായ മാനകളെ തൊട്ടും തെറ്റുകയേ ഇല്ല. ഇത് അശാഇറത്ത് മാത്രമാണ്. അതായത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആൾക്കാർ ഒരിക്കലും ലാഹിറിനെ തൊട്ടും തെറ്റുകയില്ല. ഇല്ലാലി ദറൂറത്തിൻ, വല്ല നിർബന്ധ സാഹചര്യമുണ്ടായാലേ ഒഴികെ ഒരിക്കലും ലാഹിറായ മാനിയെ തൊട്ടും തെറ്റുകയില്ല. മാത്രമല്ല വലാ യസ്തർസിലൂന മഅഖൂലിഹിം, വെറും ബുദ്ധിക്ക് യോജിച്ചത് മാത്രമായിട്ട് ബുദ്ധിയോടുകൂടി മാത്രം അവർ കെട്ടഴിഞ്ഞു പോകുന്നവരല്ല. വലാ യസ്തർസിലൂന, അവർ അശാഇറത്താകുന്നവർ, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തായ അശാഇറത്താകുന്നവർ അവരൊരിക്കലും അഴിഞ്ഞു പോകുന്നവരല്ല. മാ ഖൗലിഹിം, അവരുടെ ബുദ്ധിയോടുകൂടി തന്നെ അവരങ്ങനെ അഴിഞ്ഞു പോകുന്നവരല്ല. ആര് പോയ പോലെ കൽ മുഅ്തസിലത്തി വമൻ യഹ്ദു ഹദ്വഹും, മുഅ്തസിലാക്കൾ എന്ന് പറയുന്ന സംഘവും വമൻ യഹ്ദു ഹദ്വഹും, മുഅ്തസിലത്തിൻ്റെ പിൻപറ്റിപ്പോയവരും, യഹദു പറഞ്ഞ യത്തബിയു ഹദ്വഹും, മുഅ്തസിലാക്കളുടേതായ വഴികളെ പിൻപറ്റിപ്പോയ സംഘങ്ങളെല്ലാവരും ബുദ്ധിക്ക് യോജിച്ചത് മാത്രമാണ് പറയുക. അല്ലാതെ ആയത്തുകളുടെ ലാഹിർ പ്രകാരം പോകുന്നവരല്ല. ബുദ്ധിക്ക് യോജിച്ചോ അത് മാത്രം ആശയമാക്കും, ബുദ്ധിക്ക് യോജിച്ചില്ലെങ്കിൽ അവർ തള്ളും. അങ്ങനെ നമ്മുടെ അശാഇറത്തും അഹ്ലു സുന്നയും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ അവർ ആരെപ്പോലെയും അല്ല. ഇന്നും അവരൊരു പോക്ക് പോയിട്ടില്ല. നമ്മുടെ അശാഇറത്ത് ആ ഹദീസുകൾ വന്നതിന് ശേഷം സഹിയായ ഹദീസുകൾ സ്ഥിരപ്പെട്ട് ആ ഹദീസ് കൊണ്ട് ആശയമെടുക്കുക എന്നല്ലാതെ ആ സഹിയായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട ശേഷം അവർ പോയിട്ടില്ല. മഅന്നക്കലി അൻ ഗൈരിഹിം, ആ നമ്മുടെ അശാഇറത്തല്ലാതെ അല്ല, സഹിയായ ഹദീസുകൾ കൊണ്ട് പറയുന്ന നമ്മുടെ അശാഇറത്തല്ല, സഹാബാക്കളെയും നബിതങ്ങളെയും വിട്ട് വേറെ ആൾക്കാരുടെ ഉദ്ധരണിയിലേക്ക് പോയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തുമല്ലാതെ ഗൈറിൻ്റെ നക്കല് ഉദ്ധരണകളിലൂടെ പോയിട്ടില്ല നമ്മുടെ അശാഇറത്ത്. പോയിട്ടില്ല, കുത്തഴിഞ്ഞു പോയിട്ടില്ല. മഅന്നക്കലി,
ചില ഉദ്ധരങ്ങളുടെ പിന്നിൽ ആരെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ട ചൊല്ലുകളാണ് അൻ ഗൈരിഹിം, ഇവരല്ലാത്ത മറ്റുള്ളവർ. അൻ ഗൈരിഹിം എന്ന് പറഞ്ഞാൽ ഇവരല്ലാത്ത മറ്റുള്ളവരുടെ ഉദ്ധരൻ്റെ പിന്നിൽ പോയിട്ടില്ല. അശായിറത്തല്ലാത്ത മറ്റുള്ളവർ ആര് പോയതുപോലെ, ഷിയാക്കൾ പോയതുപോലെ നമ്മുടെ ഉലമാക്കൾ പോയിട്ടില്ല. ഷിയാക്കൾ അൽ മുത്തബിഈന, ഷിയാക്കൾ പിൻപറ്റിയിട്ടുണ്ട്. ലിമാ റുവിയ അൻ അയിമ്മത്തിഹിം, അവരുടെ അയിമ്മത്തുകളായ 12 ഇമാമുകൾ, ഷിയാക്കൾ പറയുന്ന 12 ഇമാമുകളുണ്ടല്ലോ, അവരെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടതിൽ പിൻപറ്റിപ്പോയ ഷിയാക്കളെ പോലെയല്ല. 12 അയിമ്മത്തുകളെ കുറിച്ച് മുഅ്തസിലത്തിന്റെ ഷിയത്തിന്റെ വിശ്വാസം ലിഇഅ്തിഖാദിഹിമുൽ ഇസ്മത്ത ഫീഹിം, ആ 12 അയിമ്മാക്കളാകുന്നവർ ഇസ്മത്തിൽ വിശ്വസിച്ചവരാണ്. ലിഇഅ്തിഖാദിഹിമുൽ ഇസ്മത്ത ഫീഹിം, ആ 12 അയിമ്മത്തുകൾ മഅസൂമീങ്ങളാണ്. വലിയതും ചെറുതുമായ എല്ലാ പാപത്തിനെ തൊട്ടും മഅസൂമായവർ സംരക്ഷിക്കപ്പെട്ടവരാണ്, അമ്പിയാക്കളെ പോലെ എന്ന് വിശ്വസിച്ചവരാണ് ആര്? ഷിയാക്കൾ. അങ്ങനത്തെ അതുകൊണ്ട് ആ 12 അയിമത്തുകളായവരിൽ നിന്ന് മാത്രമാണ് ദീനെടുക്കാൻ പാടുള്ളൂ, വിശ്വാസം എടുക്കാൻ പറ്റുള്ളൂ, ദീനെടുക്കാൻ പാടുള്ളൂ. ഈ 12 പേരല്ലാതെ ഒരു സ്വഹാബത്തിൽ നിന്നും ദീന് പിടിക്കാൻ പാടില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു പോലുള്ളവരിൽ നിന്നെല്ലാം ദീനെടുക്കാനേ പാടില്ല. അവരൊന്നും മാസൂമീങ്ങളല്ല, അവരെല്ലാം വലിയ പാപികളാണ്, അവരിൽ നിന്ന് എടുക്കാൻ പാടില്ല എന്നാണ് ഷിയത്തിൻ്റെതായ വിശ്വാസം. ആകെ അവരെടുക്കുന്നത് ഈ പറയപ്പെട്ട 12 ഇമാമുകളായ അലി റളിയല്ലാഹു അൻഹു, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു, അതുപോലെ മൂസൽ കാസിം റളിയല്ലാഹു അൻഹു, സൈനുൽ ആബിദ് റളിയല്ലാഹു അൻഹു, മഹ്ദി മുഹമ്മദുൽ മഹ്ദി വാലിയുർ റിളാ, അങ്ങനെ ജാഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു, ഇതുപോലത്തെ 12 പേര് മാത്രം അറിയണതേ എടുക്കാൻ പാടുള്ളൂ. അവരിൽ നിന്നാണ് വിശ്വാസവും ദീനും എടുക്കേണ്ടത് എന്ന് വിശ്വസിക്കുന്നവരാണ് ഈ ഷിയാക്കൾ. കാരണം ഇവർ മാത്രമാണ് മഅസൂമൂനായ ആൾക്കാർ ഖത്ഇൽ നിന്ന്, ബാക്കിയാരും അങ്ങനെയില്ല എന്ന് നിനക്ക് ഈ കെട്ടഴിഞ്ഞ കുത്തഴിഞ്ഞ പോക്ക് നമ്മുടെ അശായിറത്ത് ചെയ്തിട്ടില്ല. എന്ന പോക്ക് നമ്മുടെ അശായിറത്ത് ചെയ്തിട്ടില്ല. അടുത്തൊരു സംഭവം പറയണം, ഒരു ചരിത്രം. എന്താ സംഭവം പറയുന്നത്? ജലാലുദ്ദീൻ ഇബ്നു മുഹമ്മദ്, ഷിയാക്കളുടെയും റവാഫിദാക്കളുടെയും ഇമാമും ഷെയ്ഖുമായിരിക്കുന്ന ഇബ്നു മുത്തഹിറുൽ ഹില്ലി എന്ന് പറയുന്ന ആളാണ് പറയുന്നത്. കാല ഇബ്നുൽ മുത്തഹിറുൽ ഹില്ലിയു, ഇറാഖുകാരനായിരിക്കുന്ന ഇബ്നുൽ മുത്തഹിറുൽ ഹില്ലി, അതായത് അയാളുടെ പേര് ജലാലുദ്ദീൻ ഇബ്നു മുഹമ്മദ് ഇബ്നു ഇമാമുർ ഷിഅത്തി വ ഷെയ്ഖുർ റവാഫിദ. അദ്ദേഹം പറയുന്നു ബിബഅദ് തസാനീഫിഹി, തൻ്റെ ചില കിതാബിൽ അദ്ദേഹം പറയുന്നു, ചില ഗ്രന്ഥത്തിൽ ഇബ്നു മുത്തഹിറുൽ ഹില്ലി പറയുന്നു. എന്താ പറയണ? അയാൾ ഷിയൻ്റെ ഇമാമാണ്. അയാൾ പറയാണ് കദ് ബാഹസ്ന, ഞങ്ങൾ ചർച്ച ചെയ്തു ഫി ഹാദൽ ഹദീസി, മുകളിൽ പറഞ്ഞിരിക്കുന്ന ഹദീസിൽ, സതഫ്തരിക്കു ഉമ്മത്തി എന്ന് പറഞ്ഞ ഹദീസിൽ, ആ ഹദീസിൽ ഞങ്ങൾ ചർച്ച ചെയ്തു. ആരുമായിട്ട്? മഅൽ ഉസ്താദ് നസീറുദ്ദീൻ ഇബ്നു മുഹമ്മദ് തൂസി എന്ന ഷിയാക്കളുടെ നേതാവായ, റവാഫിദാക്കളുടെ നേതാവായ അബൂ ജഅഫർ നസീറുദ്ദീൻ ഇബ്നു മുഹമ്മദ് തൂസി എന്ന ആളുമായിട്ട്, അത് വലിയ ഉസ്താദാണ് അവരുടെ, അവരുമായിട്ട് ഞങ്ങൾ ചർച്ച നടത്തി. ഹദീസിൻ്റെ വിഷയത്തിൽ ചർച്ച നടത്തി. അങ്ങനെ ചർച്ച ചെയ്ത് എന്ത് വിഷയത്തിലാണ്? ഫി തഈനിൽ മുറാദി മിനൽ ഫിർഖത്തിൻ നാജിയത്തി, നാജിയായ ഫിർഖ എന്നതുകൊണ്ട് ഉദ്ദേശം ആരാണെന്ന് ക്ലിപ്തമാക്കുന്ന വിഷയത്തിൽ ഞങ്ങൾ അയാളുമായിട്ട് ചർച്ച നടത്തി. അവസാനം വസ്തഖറഅയ്യു, മുഹഖിഖ് തൂസി എന്ന് പറയുന്ന, അതായത് നസീറുദ്ദീൻ ഇബ്നു തൂസി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അവസാനം വന്ന് നിന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം വന്ന് നിലച്ചു. ഫസ്തഖറഅയ്യു ഇതിൻ്റെ മേൽ അവസാനം പറഞ്ഞു വന്ന് അവിടെ എത്തിയെന്ന് പറഞ്ഞാൽ
അലാ അന്നഹു യൻബഗി, ഒരു വിഷയത്തിൻ്റെ മേലെ അതാ യൻബഗി നിർബന്ധമാണ്, അന്തക്കൂന തിൽക്കൽ ഫിർഖത്തുൻ നാജിയ എന്നുള്ളത് ആകൽ നിർബന്ധമാണ്. മുഖാലിഫത്തൻ ലിസാഇരിൽ ഫിറഖി, മറ്റുള്ള 72 ഫിർഖയോടും എന്താകണം? മുഖാലിഫാകണം, എതിരാകണം. മുഖാലഫത്തൻ കസീറത്തൻ, വലിയ തോതിൽ എതിരാകണം ആശയപരമായിട്ട്. ഫിർഖത്തുൻ നാജിയ എന്ന് പറഞ്ഞാൽ മറ്റുള്ള മുഴുവൻ ഫിർഖയോട് ആശയപരമായിട്ട് അധികമായ എതിരുണ്ടെങ്കിൽ ആ ഒരു കൂട്ടന് മാത്രമാണ് കിട്ടോ ഫിർഖത്തുൻ നാജിയ എന്ന് പറഞ്ഞിട്ട് അവസാനം ഒമാഹി അങ്ങനെ നോക്കുമ്പോൾ ഒമാഹിയ ഫിർഖത്തുൻ നാജിയ എന്നുള്ളത് ഇല്ല. ഷിയത്തുൽ ഇമാമിയ്യത്തു, ഷിയാക്കളിൽ നിന്നുമുള്ള ഇമാമിയ എന്ന ഹുർഫത്തല്ലാതെ എന്ന സംഘമല്ലാതെ ആ ഫിർഖത്തുൻ നാജിയ വേറെയില്ല. കാരണം വൈന്നഹും ഷിയത്തുൽ ഇമാമി, ഷിയാക്കളിലുള്ള ഇമാമിയ എന്ന് പറയുന്ന സംഘം യുഖാലിഫൂന ഗൈറഹും മിൻ ജമീഇൽ ഫിറഖി, മറ്റുള്ള എല്ലാ ഫിർഖകളോടും അവരെതിരാകുന്നുണ്ട്. മുഖാലഫത്തൻ ബയ്യനത്തൻ, വളരെ വ്യക്തമായ നിലക്ക് തന്നെ ആശയപരമായിട്ട് ഷിയത്തിൽ നിന്നുമുള്ള ഇമാമിയ എന്ന് പറയുന്ന കൂട്ടം മറ്റുള്ള എല്ലാവരോടും എതിരായതുകൊണ്ട് ഈ ഇമാമിയ മാത്രമാണ് ഫിർഖത്തുൻ നാജിയ എന്ന് അയാൾ പറഞ്ഞു നിർത്തി. ബിഖലാഫി ഗൈരിഹിം, മറ്റുള്ള മിനൽ ഫിറഖി, മറ്റുള്ള ഫിറഖുകൾക്ക് മാറ്റമായിട്ട് അയാൾ പറയണം ഫൈന്നഹും, മറ്റുള്ള ഫിറഖ് യതഖാറബൂന ഫി അക്സർ ഉസൂലി, വിശ്വാസപരമായ കാര്യങ്ങളിൽ അധികത്തിലും മറ്റുള്ളവർ അടുക്കുന്നുണ്ട്, യോജിപ്പുണ്ട്. കാരണം വൈന്നഹും, മറ്റുള്ള ഫിറഖുകളായ 72 ഫിറഖുകളും യതഖാറബൂന, പരസ്പരം യോജിക്കുന്നു, ഫി അക്സർ ഉസൂലി, വിശ്വാസപരമായ കാര്യങ്ങളിൽ നിന്ന് അധികത്തിലും യോജിക്കുന്നുണ്ട്. അതുകൊണ്ട് ആകെ യോജിക്കാത്തൊരു വർഗം ഇമാമിയ മാത്രമേ ഉള്ളൂ. അതിന് നമ്മുടെ ദവാനി ഇമാം പറ, ജലാലുദ്ദീൻ ദവാനി ഇമാം പറ, ശരി നിങ്ങൾ പറഞ്ഞതിലേക്ക് നമ്മൾ എത്തുന്നു, അത് ശരി തന്നെയാണ്. അതായത് നാജിയായ ആഖിറത്തിൽ രക്ഷപ്പെട്ടിരിക്കുന്ന പെടുന്ന സംഘം എന്ന് പറഞ്ഞാൽ ഇവിടെ ലോകത്ത് റസൂലുള്ളാഹിൻ്റെ ഉമ്മത്തുകളിൽ നിന്നും 73 സംഘമായി പിരിഞ്ഞു. അതിൽ ഒരു സംഘം മാത്രം, ഒരു ഫിറക്ക മാത്രം മറ്റുള്ള എല്ലാ ഫിറക്കയോടും ആശയപരമായി എതിരുണ്ടെങ്കിൽ അവർക്കാണ് എന്ത് പറയാൻ രക്ഷപ്പെടുന്ന ഫാജിയത്ത്, അവരാണ് രക്ഷപ്പെട്ട കൂട്ടരിൽ, മറ്റുള്ളവരൊന്നും രക്ഷയില്ലാത്തവരാണ് എന്നുള്ള ന്യായം ശരിയാണ്. പക്ഷേ ഷിയാക്കളിൽപ്പെട്ട ഇമാമിയാകട്ടെ റവാഫിദാകട്ടെ എന്തിന് ഇബാദിയാകട്ടെ, ഷിയാക്കളിലുള്ള 12 ഗ്രൂപ്പും, ഷിയാക്കളിലുള്ള 12 ഗ്രൂപ്പും അക്സറും, ഷിയാക്കളിൽ 12-ൽ അധികവും മുഅ്തസിലത്തിനോട് യോജിക്കുന്നുണ്ട്, അധികവുമായ ഉസൂലിയായ കാര്യത്തിൽ യോജിക്കുന്നുണ്ട്. ചില്ലറ മസ്അലയല്ലാതെ ബാക്കിയുള്ള മുഴുവൻ മസ്അലകളിലും മുഅ്തസിലത്തിനോട് ഷിയത്തിൻ്റെ മുഴുവൻ സംഘങ്ങളും യോജിക്കുന്നുണ്ട്, മുവാഫക്കത്താണ്. അപ്പോൾ മുഅ്തസിലത്ത് പിഴച്ചവരായതുകൊണ്ട്, അവരുടെ വിശ്വാസം പിഴച്ചതുകൊണ്ട് അതിനോട് യോജിച്ച ഷിയത്തുൽ ഇമാമിയായും പിഴച്ചത് തന്നെയാണ്. ചില മസ്അലകൾ തമ്മിലാണ് അവർ തമ്മിൽ എതിരാകുന്നുള്ളൂ. ആ ചില മസ്അലയുമോ അത് ഇമാമത്ത്, ഭരണാധികാരി ആരാകണം, ആ ഇമാമായിരിക്കുന്ന ആൾ ആരാകണം, അയാളുടെ നിബന്ധനകളും അയാളുകളുടെ ഷർത്തുകളും, ഖാദിൻ്റെയും മുജ്തഹിദ് മുത്തലക്കിൻ്റെയും ഇമാമിൻ്റെയൊക്കെ ഷർത്തുകളും അദ്ദേഹത്തിൻ്റെ സിഫാത്തിനെ പറ്റിയുള്ള ചർച്ചയാണ്. ആ ചർച്ചയാണെങ്കിലോ അത് ഫിഖഹിയായ മസ്അലിൻ്റെ ചർച്ചയാണ്. അത് ഫിഖഹിയായ മസ്അലിൻ്റെ ചർച്ചയാണ്. ഫിഖഹിയായ മസ്അലുകളിൽ പരസ്പരം എതിരാകുന്നത് കുഴപ്പമില്ല. അപ്പോൾ ഷിയാക്കളിൽ ഇമാമിയാക്കളും ഷിയാക്കളും എല്ലാ ഗ്രൂപ്പുകളും മുഅ്തസിലത്തും തമ്മിൽ വിശ്വാസപരമായ കാര്യത്തിൽ യോജിപ്പാണ്. അവർ തമ്മിൽ എതിരാകുന്ന വെറും എതിൽ മാത്രമാ ചില്ലറ മസ്അലകൾ, അതും ഇമാമത്തുമായിട്ട് ഭരണാധികാരിയുടെ ഷർത്തുകളും പറഞ്ഞതും മറ്റുമായിട്ടാണ് വ്യത്യാസമാകുന്നുള്ളൂ. ആ മസ്അലയുമോ ഫുറു ആയ ശരീയത്തിൻ്റെ ഫുറു ആയ ഫിഖ്ഹിലാണ് ആ മസ്അലയും. ഫിഖ്ഹിലുള്ള എതിരെ മാത്രമേ ഉള്ളൂ, ഫിഖ്ഹിനെതിരായിട്ട് കാര്യമില്ല. വിശ്വാസപരമായ കാര്യത്തിൽ രണ്ടുപേരും വലിയ യോജിപ്പാണ്. അതുകൊണ്ട് ഫിർഖത്തുൻ നാജിയാന് പറഞ്ഞിരിക്കുന്ന മെയ്യാറ്, ഫിർഖത്തുൻ നാജിയാക്ക് പറഞ്ഞിരിക്കുന്ന സ്കൈല്, ഇപ്പോൾ അവർ പറഞ്ഞ സ്കൈലിനോട് ഏറ്റവും യോജിച്ചത് അശായിറത്ത് മാത്രമേ ഉള്ളൂ. അതാ പറയണത്. റബ്ബാനി ഇമാം പറയുന്നു, കുൽത്തു, ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, അക്സറു ഷിയത്തി, ഷിയാക്കളിൽ നിന്നും അധികമായ സംഘങ്ങളും യുവാഫിക്കുൽ മുഅ്തസിലത്ത,
മുഅത്തസിലാക്കൾ എന്ന് പറഞ്ഞ പിഴച്ച വർഗത്തിനോട് യോജിക്കുന്നു. ഫി അക്സറിൽ ഉസൂലി, വിശ്വാസപരമായ കാര്യങ്ങളിൽ നിന്ന് അധികത്തിലും യോജിപ്പാണ്. അതേ സ്ഥാനത്ത് വലാ യുഖാലിഫുഹ, അവരോട് എതിരാവുന്നില്ല. ഇല്ലാ ഫി മസായില കലീലത്തിൻ, കുറഞ്ഞ മസ്അലകളിലല്ലാതെ എതിരാകുന്നില്ല. എങ്ങനത്തെ കുറഞ്ഞ മസ്അലയാണ്? ആ മസ്അലകളിൽ നിന്നും അക്സറുഹ, ആ മസ്അലകളിൽ നിന്നും അധികവും യതഅല്ലഖ് ബിൽ ഇമാമത്തി, ഇമാമുൽ ആളം ആരാകണമെന്നും അയാളുടെ ഷർത്ത് ഫർളാണെന്നുമുള്ള ബന്ധപ്പെട്ട മസ്അലയാണ്. വഹിയ, ഈ ഇമാമത്തുമായി ബന്ധപ്പെട്ട മസ്അലയുമോ ഫിൽ ഫുറൂഇ, ഫുറൂഉ ശരീഅത്തായ ഫിഖ് കൊണ്ടാണ് കേട്ടോ. അശ്ബഹു, ഏറ്റവും യോജിച്ചത് അത് വിശ്വാസപരമല്ല, അത് ഫുറൂഉ ശരീഅത്തായ ഫിഖുമായിട്ടാണ് ഏറ്റവും അശ്ബഹു, ഏറ്റവും യോജിച്ചത് അതാണ്. അതുകൊണ്ട് ബൽ കുറച്ച് കയറിപ്പറിയാണെങ്കിൽ അൽ യക്വിദാലിക്ക ഫിർഖത്തുൻ നാജിയ എന്നതുകൊണ്ട് ഏറ്റവും ലായിക്കായത് ഹുമുൽ അശാഇറത്തു, അശ്അരിയാക്കളാണ് കേട്ടോ ഏറ്റവും ലായിക്കും യോജിപ്പും. കാരണം ഫൈന ഉസൂലുഹും, അശാഇറത്തിൻ്റെ ഉസൂലുകളാകുന്നത് മുഖാലിഫത്തുൻ ലി അക്സരി ഉസൂലുൽ മദാഹിബി, മറ്റുള്ളതായ 72 ഫിർഖകളായ മദ്ഹബുകൾ, ആ 72 ഫിർഖിൻ്റെ അധികം ഉസൂലിനോട്, അധികമായ ഉസൂലുകളോട് നമ്മുടെ ഉസൂല് എതിരാകുന്നുണ്ട്. ഫൈന ഉസൂല് അശാഇറത്തിൻ്റെ വിശ്വാസപരമായ കാര്യങ്ങൾ മുഖാലിഫത്തിന് എതിരാണ്. ഈ അക്സരി ഉസൂലുൽ മദാഹിബി, ഈ ഉസൂലുൽ മദാഹിബായ അസ്ലിയായ മദ്ഹബുകളായ 72ൻ്റെ അധികമായ വിശ്വാസത്തിനോടും എതിരാകുന്നുണ്ട് നമ്മുടെ ഉസൂല്. വലാ യുവാഫിഖുഹും ഫീഹാ, വലാ യുവാഫിഖുഹും, നമ്മുടെ ഉസൂൽ അശാഇറത്തിൻ്റെ ഉസൂലാകുന്നത് ഫീഹാ, ഫിയാ പറഞ്ഞാൽ അധികമായ ഉസൂലുകളിലും നമ്മുടേതായിരിക്കുന്ന അശാഇറത്തിൻ്റെ വിശ്വാസം യോജിക്കുന്നില്ല. വലാ യുവാഫിഖുഹും, അശാഇറത്തിനോട് യോജിക്കുന്നില്ല. ഗൈറുഹും, അശായിറല്ലാത്ത മറ്റുള്ള ഒരു ഫിർഖയും അശായിറത്തിനോട് യോജിക്കുന്നില്ല. ഫീഹാ, വിശ്വാസപരമായ കാര്യങ്ങളിൽ ഗൈറായ ഒരുത്തർ യോജിക്കുന്നേ ഇല്ല. അതിന് വിശ്വാസപരമായ കുറേ സാമ്പിൾ പറയാണ്. ഇതുപോലെ കമസ്അലത്തിൽ കസ്ബി, കസ്ബിൻ്റെ മസ്അലയുണ്ടല്ലോ, നമ്മുടെ ശറഅൽ ലക്കാദിൽ വിവരിച്ചിട്ടുണ്ട്. മസ്അലത്തിൽ കസ്ബ്, കസ്ബിൻ്റെ മസ്അല. അതുപോലെ ജവാസു റുഅ്യത്തില്ലാഹി തആല, അള്ളാഹുവിനെ കാണലാകുന്നത് ജായിസാണ് നാളെ ആഖിറത്തിൽ. മാ കൗനി, കാണാൻ പറ്റും. മാ കൗനി, അള്ളാഹ് ആയിരിക്കലോട് ഗൈറ ജിസ്മിൻ, ജിസ്മില്ലാത്തവനായ നിലയിലുള്ള അള്ളാഹുവിനെ കാണാൻ പറ്റും. അതുപോലെ തനസുഹി, അള്ളാഹു പരിശുദ്ധനായവനാണ് എന്ന മസ്അല. അനിൽ മക്കാനി, സ്ഥലത്തിനെ തൊട്ടും പരിശുദ്ധനാണ്. വൽ ജിഹത്തി, ജിഹത്തിനെ തൊട്ടും പരിശുദ്ധനാണ്. ബൽ കുറച്ചും കൂടി കയറി പറഞ്ഞാൽ ജവ്വസൂ റുഅ്യത കുല്ലി മൗജൂദിൻ മിനൽ അറാദി വഗൈരിഹാ, അർളായിരിക്കുന്ന ഓരോ മൗജൂദുകളെയും അറുതുമല്ലാത്ത എല്ലാ ഓരോ മൗജൂദുകളെയും കാണൽ ജായിസാണ്, കാണൽ ജായിസാണ്. വെറും നിറങ്ങൾ, രുചികൾ, ടേസ്റ്റുകളെല്ലാം അറുതുകളാണ്. ഇത് തനിച്ച് ജൗഹറിൽ ഹാലാകാതെ കണ്ടു തന്നെ ഇവകളെ തനിച്ച് കാണൽ ജായിസാകും നാളെ ആഖിറത്തിൽ. മാത്രമല്ല ഹത്താ, കുറച്ച് കയറിപ്പറഞ്ഞാൽ ജവ്വസു, നമ്മുടെ അയിമത്തുകൾ ജായിസാണെന്ന് പറഞ്ഞിട്ടുണ്ട്. റുഅ്യത്തൽ അസ്വാത്ത്, എന്ത് കാണാൻ പറ്റും? സൗത്തിനെ കാണാൻ പറ്റും, ശബ്ദത്തിനെ കാണാൻ പറ്റും, കാണലിനെ ജായിസാക്കിയിട്ടുണ്ട്. അതുപോലെ വത്തുഉം, രുചികളെ കാണാൻ പറ്റും. വറവായിഹ്, റായിഹത്തുകളെ കാണാൻ പറ്റുന്ന ആൾ ആഖിറത്തിൽ. ഈ ദുനിയാവിനോട് ആഖിറത്തിനെ കിയാസാക്കാൻ പറ്റില്ല. ഇതിനോട് കിയാസാക്കിയിട്ട് ശബ്ദം കാണുന്നില്ല, രുചി കാണുന്നില്ല, മണം കാണുന്നില്ല എന്ന് പറയണ്ട. എല്ലാ അറാദുകളും മറ്റും ഓരോ മൗജൂദാണെങ്കിൽ എല്ലാ മൗജൂദുകളും കാണൽ ജായിസാണ് നാളെ ആഖിറത്തിൽ. മാത്രമല്ല കണ്ണുപൊട്ടനക്ക് ഈ ദുനിയാവിലാണ് കാണാതാകുക. ഈ കണ്ണുപൊട്ടവനായിരിക്കുന്നവൻ, ചൈനയിലുള്ള കണ്ണുപൊട്ടൻ, ഉന്തുരുസിലുള്ള കൊതുവിനെ അവനക്ക് കാണാൻ പറ്റും. അതാവണ ജവ്വസൂ, നമ്മുടെ ഇമാമിങ്ങൾ കാണാൻ പറ്റും എന്ന് ജായിസാക്കിയിട്ടുണ്ട്. റുഅ്യത്ത ആമ, കണ്ണുപോട്ടനാകുന്നവൻ അറിയാൻ പറ്റും. ആമസീനി, ചൈനയിലുള്ള ഉത്തുനുബിൽ ഇൽമ വലോ ബിസ്സീൻ, അസീന് ആമസീനി, ചൈനയിലുള്ളതായ കണ്ണുപൊട്ടന് കാണൽ ജായിസാക്കിയിട്ടുണ്ട്. ബക്കത്തൽ ഉന്തുലുസി, മശ്രിക്കിലുള്ള ചൈനയിലെ, അത് ചൈന എന്നുള്ളത് മശ്രിക്കി ഭാഗത്താണ്. മശ്രിക്കിലുള്ള
മശരിക്കിൽ സ്ഥിതി ചെയ്യുന്ന ചൈനയുണ്ടല്ലോ, ആ ചൈനയിലുള്ള കണ്ണുപൊട്ടിനയ്ക്ക് കാണൽ ജായിസാക്കിയിട്ടുണ്ട്. ബക്കത്തൽ ഉന്തുലുസി, ഉന്തുലുസ് എന്ന് പറഞ്ഞാൽ മഗ്രിബ്, മഗ്രിബിൻ്റെ നാടായികളിൽ നിന്ന് ഏറ്റവും മഗ്രിബിന് അടുത്ത് നിൽക്കുന്നതാണ് ഉന്തുലുസ്. ആ ഉന്തുലുസിയിലുള്ള കൊതുവിനെ കണ്ണുപൊട്ടൻ കാണൽ ജായിസാണ് നാളെ ആഖിറത്തിൽ. അതുപോലെ ഇതെല്ലാം. അപ്പം മസ്അലത്തുൽ കസ്ബ് 1, ജവാസു റുഅ്യത്തുല്ലാഹി തആല മാ കൗനിഹി ഗൈറു ഇസ്മി 2, വതനസുൽ മക്കാനി 3, ജിഹത്ത് 4, ജവ്വസു റുഅ്യത്ത കുല്ലി മൗജൂദു മിനൽ അറാദി 5. അതുപോലെ 5 ആറാമത്തെ ഇസ്തിനാദിൽ മുംകിനാത്തി കുല്ലിയ, എല്ലാ മുംകിനാത്തുകളും ഉണ്ടായി എന്ന് പറയണം. ഇലല്ലാഹി, അള്ളാഹുവിലേക്കാണ് സർവ്വ വസ്തുക്കളും ചേർത്ത്. 6 ഇബ്തിദാഅൻ, എല്ലാം അള്ളാഹുവിലേക്കാണ് ചേർക്കുക. ഇബ്തിദാ എന്ന് പറഞ്ഞാൽ ഫലാസിബത്തിൻ്റെ മദ്ഹബനെ പൊളിക്കാനാണ്. ഫലാസിബത്ത് പറയുന്നെന്താ? ഇസ്തിനാദിൽ മുംകിനാത്തി കുല്ലിഹ ഇലല്ലാഹി തആല ഇബ്തിദാഅൻ. ആ ഇബ്തിദാഅൻ എന്ന് പറഞ്ഞ കൈദിൻ്റെ ഫായിദ ഇതോടുകൂടി ഇൻഷാ അല്ലാഹ് നാളെ വിശദീകരിക്കും.